കരീമിന്റെ പാപ്പാനായിരുന്നു ഈ പേര് ഞാൻ പോർക്ക പേര് ഒരു സ്വാമി പളനിസ്വാമി അങ്ങനെയല്ല പളനിസ്വാമിയാ. ഇവര് തങ്ങളിൽ 40 കൊല്ലത്തെ ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഒരാനെ തീരെ പറ്റൂലാണ്ട് ഭയങ്കര വിൽക്കാനാണെങ്കിൽ അതിനെ കൊല്ലും. 2-3 ആനകളെ കൊന്നിട്ടുണ്ടെന്ന് കിട്ടും. ഇയാളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. സാധാരണ വടി കഴിഞ്ഞ് നീളം കൂടുതലും അല്ലാത്തൊരു പ്രത്യേകത എന്റെ കടയ്ക്കൊക്കെ ഉണ്ട്. ഈ വടി എന്തിനു വേണ്ടി ആനെ അങ്ങനെ തല്ലാറില്ല. ഇതെന്തിനു വേണ്ടി ആ വടി, അതെന്തായിരുന്നു ആ വടിയുടെ ഉപയോഗം, ആ വടി ഒരു വിജയത്തിന്റെ കാരണം എന്താണെന്നൊന്ന് നമ്മുടെ വൈശാഖ് കോന്നി സുരേന്ദ്രന്റെ ആനക്കാരൻ, വളർന്നു വന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, അവരെ പോലെയുള്ളവര് അല്ലെങ്കിൽ ആദ്യം കോന്നി സുരേന്ദ്രൻ തന്നെ പറയണം, അവനും പ്രയോജനം കിട്ടും. ഈ വടി എങ്ങനെയായിരുന്നു, അത് എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നെന്ന് ഒരു മറുപടി തന്നെ ചോദിക്കണം. അജ്ഞാതമായിട്ടിരിക്കുന്ന സാധനമാണോ ഇപ്പൊ ഇത് ഓണല്ലേ? അണ്ണൻ പറഞ്ഞ അല്ലാണ്ട് ഇവര് പറയട്ടെ. ആ വടിക്കൊരു വലിയ സാധനമുണ്ട്, പെരുകൂളിയാൻ തെളിച്ചു വരാനില്ല. അത് വൈശാഖ് തന്നെ ഒരു മറുപടി പറഞ്ഞ് കേൾക്കുവാണെങ്കിൽ എനിക്കിഷ്ടമുണ്ട്. വൈശാഖിന് ഒരുപാട് പ്രയോജനം വരുന്നതാണ്, ഒത്തിരി പ്രയോജനം വന്ന കാര്യം. അത് വൈശാഖ് ഞാനത് 2 ദിവസം ഇരുന്ന് ആലോചിച്ചു. അങ്ങനെയാ ഞാനത് വിട്ടിട്ടത്. എന്റെ കയ്യില് എനിക്കൊരു ആന കിട്ടിയാല് ഞാനതിന് ശരിക്കുറങ്ങണമെങ്കിൽ എനിക്കത് സൂട്ടപ്പാണ്. അതുവരെ ഞാൻ ഇത് തന്നെ ചിന്തയായിരിക്കും. ഇത് തന്നെ ആയിരിക്കും ചിന്ത, അല്ലാണ്ട് ഉറങ്ങൂല. മറ്റൊരു ചിന്തയിൽ ഇത് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വഴിയുടെ കാര്യം അവന് ചോദിക്കാം വൈശാഖിനോട്. വൈശാഖ് വളർന്നു തന്നെ ഒരു ആനക്കാരനാണ്. കിടങ്ങൂരാനെ നീര് കിട്ടിയേക്കുവായിരുന്നു, നിസ്സാരമുള്ളൂ. അപ്പൊ ഈ പട്ട വെട്ടാൻ പോകുമ്പോൾ ഈ അമ്പലത്തിന് പണ്ണാരൊക്കെ വിളിച്ച് വെച്ചിട്ട് പൈസ കിട്ടണം. ഇപ്പൊ നാരായണ ചേട്ടനും വേറെ ആൾക്കാർ വിളിച്ചോ ഈ നീര് കിട്ടിയേക്കണ ഞാൻ തീറ്റമുള്ള കൊടുത്താൽ മതി. എനിക്ക് സ്നേഹച്ചട്ടായതാ. അപ്പൊ ആദ്യം ആരംഭം തന്നെ ഇതിന്റെ മതയാന ഈ മതം ഒലിക്കണ ആദ്യം കാണുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ആനയ്ക്ക് ആദ്യം കാണുന്നത്. ഇത് ഇങ്ങനെ 2 പന്നിവത്തം പോലെ ഇങ്ങനെ വീർത്തിരിക്കുക, മത്തങ്ങ പോലെ. നീര് ശരിക്കും ഒലിക്കുന്നുണ്ട്. അപ്പൊ ഈ കെട്ടുന്നൊരു നന്നാക്കാനായിട്ട് ആരെങ്കിലും ഞാൻ ഇങ്ങനെ നിർത്തിയിട്ട് അവരെ കൊണ്ട് വന്ന ഞാനവിടെ വന്നാ മതി. ഈ മരിച്ചുപോയ മോനാക്കൻ എന്ന് പറഞ്ഞ കുഞ്ഞുമാൻ പയ്യനാ, ആനപ്രാന്തനുമാ. അമ്മനെ കൊണ്ടുവന്നു, നമുക്കൊന്ന് നന്നാക്കാടാന്ന് ചോദിച്ചു. പിന്നെ തന്നെ ഏട്ടാന്ന് പറഞ്ഞു. ഇവൻ നന്നായിക്കൊണ്ടിരുന്നേ. അപ്പൊ ഇത്തിരി നോക്കി വന്നോളൂട്ടോന്ന് പറഞ്ഞു. ഇന്ന് വരാണ്ട് ഇത്തിരി കുറച്ച് 2 വാരി കഴിയാറായപ്പോഴത്തേന് എനിക്ക് തോന്നി ഇതിങ്ങനെ നീര് ഒലിക്കുമല്ലേ. ഞാനൊരുവിധം മാതങ്കലിയിലൊക്കെ വായിച്ചു പഠിച്ച ആനക്കാരനാന്ന് കുടിച്ചു. ഞാൻ ഈ വശത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ കൈക്ക് തൂത്തു, ഇതൊന്ന് മണത്തു നോക്കി നീരിന്റെ മണം എന്നാന്നറിയാം. ഒന്നും അനങ്ങില്ല. ഇത് നേരത്തെ ഒരു പഴഞ്ചൊല്ല് പറയും പോലെ അടി മേടിക്കാൻ പോകണമെന്ന് 10 കിലോ അരി മേടിച്ചു കൊടുത്താൽ വീട്ടിൽ പോയില്ല, അടി മേടിച്ചോണ്ടേ പോകുള്ളൂ. ഞാൻ ഈ താടക്കീഴ് തന്നെ മതയാനായിട്ട് അപ്പുറത്ത് കിടന്നു. കിടങ്ങൂരോട് ആയ കാലം അവിടെ ഒന്നും തൊട്ട് നോക്കി. ഇത് നോക്കിയിട്ട് ഓർമ്മ വന്നുള്ളൂ. അടിച്ചം കിട്ടിച്ച് കുത്തം കൊടുക്കും. ഈ ആന നിൽക്കുന്നത് അങ്ങനെ ആശാന്റെ വീട്ടില. പുള്ളി വട്ടോട്ടാകുമ്പോ ഞാൻ ക്ഷീണിക്കാണ്ട് എന്നെ ഇവിടെ എത്തിയേക്കും. വലിയ തൊണ്ടായിരുന്നു, നിരക്കിട്ടും കുത്തിയാന് ശരിക്കും അങ്ങോട്ട് കുത്തിയിട്ടേ. ഇങ്ങനെ കേൾക്കാൻ കുത്തണ്ടേ. കുറെ തൊഴിലെ കുളിച്ച് എങ്ങനെയൊക്കെയാണോ താഴത്തെ തൊണ്ടിട്ട് പോയി. അവിടെ ആനക്ക് കിട്ടിയില്ല. അവിടെ നിന്ന് എണിച്ചു പോന്നു. ആ ചേച്ചി അവിടെ മുളവരച്ചോണ്ടിരിക്കുന്നു. അവർ അത്ര അടുത്താ കൊടുപ്പന കിട്ടിയാണ്. ഇങ്ങനെ കല്ലും പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. മോനക്കൻ്റെ ഒരു 2 ആയിട്ട് ഇങ്ങനെ പുറകിൽ നിൽപ്പുണ്ട്. കൊച്ചല്ലേ അവന്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ആ കോലവിടെ ഇരിപ്പുണ്ട് വീട്ടില്, ഒക്കെ സൂക്ഷിച്ച് ഭദ്രമായിട്ട് വയ്ക്കുള്ളൂ, വളമൊന്നും വരാണ്ടൊക്കെ ഇത് കൊണ്ടു നടക്കണം. എടാ ആനക്കിട്ട് കോലൊരു 4 ഇടിയാൻ കൊടുക്കടാന്ന് പറഞ്ഞു. ഇത് കേൾക്കാൻ താമസം, ഇടിക്കാൻ ഒത്തിരി കൊതിയുള്ള കാലമാണ്. ഞാൻ ആ കോലും കെടുത്തോണ്ട് എന്താ വെച്ചാൽ എനിക്ക് പറ്റുമ്പോലൊക്കെ 10 കൊടുത്തു. ആരോഗ്യം കൊണ്ടായിരുന്നു ഒത്തിരി. എനിക്ക് കഷ്ടി പണിയെടുക്കാൻ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അന്നേരം ഇതൊക്കെ കൊടുത്ത വലിയ വിജയഭാവത്തോടു കൂടി പോന്നു. വീട്ടിലേക്ക് വരുന്നു. ഉച്ച കഴിഞ്ഞ് വെള്ളം കൊടുക്കാൻ ചെന്നപ്പോ ഒരു തൊള്ളി ഒലിക്കണില്ല. ഈ ഇടിച്ചുകാരന് ഒലുവ വന്നു. ഇതിനെ ഉപദ്രവിക്കാൻ പറ്റില്ല വരാൻ നീര് കിട്ടിയ. അപ്പൊ നിൽക്കും ഒലുവ. ഞാൻ അങ്ങനെയൊക്കെ ചിത്രം കഴിഞ്ഞ് പോന്നു. പിന്നെ
മുമ്പോട്ട് പോകുന്നിട്ട് കാല് പുറകോട്ട് പോവാ, പറിച്ചിട്ട് കിടക്കാൻ മേല. അങ്ങനെ വന്നാ അന്ന് കൊല്ലും. വിഷയാവും. ഞാൻ ഒളിച്ചു നടപ്പ് തന്നെ അതിന്റെ മലക്കടയൊക്കെയാ. അവസാനം ആന നീന്തഴിക്കേണ്ട ആ കാലഘട്ടം വന്നു. അതിന് കുറച്ചു ദിവസം മുമ്പ് എന്നും വരും വീട്ടില്. അമ്മയോട് പറഞ്ഞു, ഇനി ഞാൻ ചാവുമ്പോഴായിരിക്കും വന്നില്ലെന്ന് ചോദിച്ചു. എന്നെ വലിയ വിശ്വാസം മുകളിൽ. അങ്ങനെ പിറ്റേ ദിവസം പയ്യെ ചെന്നു. ഇങ്ങനെ ചായ കുടിക്കാൻ കവല വരും. ഞാൻ ആ പാടത്തോടെ നിന്ന് അവിടെ ചെന്ന് പുള്ളിയുടെ ഭാര്യയൊക്കെ ആയിട്ട് ചേച്ചിയൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞാൽ കൂടി. വന്നപ്പോഴേ അകലൊന്നൊന്ന് ചിരിച്ചു, മിണ്ടില്ല. പകുതി സമാധാനായി. അതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഈ തൂമാരാനൊക്കെ നേരത്തെ കൊണ്ടുവരുന്ന ആൾക്കാർ അവരൊക്കെ കമ്പനിയൊക്കെ ആയിട്ട് അഴിക്കാരായപ്പോഴത്തേനും കൂടി. ഇത് പണിയാൻ പോയി ഇഷ്ടംപോലെ കാശല്ലേ, ഇവർക്കൊന്നും പണിയില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പൊ നമ്മൾ മാത്രമേ നോക്കണത്, ഈ പ്രഗത്ഭരൊന്നും പണിയാൻ നേരത്ത് കൊണ്ടുവരുന്നു, അല്ല ഈ അഴിക്കാൻ കൊണ്ടുവരരുത്. എന്റെ ഇഷ്ടം ചേട്ടൻ നോക്കണ്ട, എന്നാലും എനിക്ക് അതിനോട് താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ എക്കാലത്തെ ആനക്കാരനെ അങ്ങനെ അഴിക്കാൻ നേരത്ത് ഇവരൊക്കെ വന്നു. ഒരു കുടപ്പനയിലെല്ലാം കെട്ടിടാന്ന് പറഞ്ഞില്ല, ഇവരവിടെ ഇവിടെ മുട്ടാനൊക്കെ ചെന്നൈ അതൊക്കെ കഴിഞ്ഞ് ഏതായാലും അതിനൊന്നും വേണ്ടില്ല, പുള്ളിയുടെ ആയിക്കോളൂ കയറിക്കോളാൻ പറഞ്ഞു. കാര്യം കെട്ടി ഞാൻ മോളിൽ കയറി. ഇപ്പൊ മോളിൽ കയറി കഴിഞ്ഞപ്പോ കുറച്ചടിഞ്ഞ് മാറി കഴിഞ്ഞപ്പോ ഇവരോടുള്ള കലയും കണ്ടി തോട്ടിയും വേണ്ടി ഇങ്ങനെ വെച്ചാൽ അങ്ങ് ഓടിച്ചാൽ താഴത്തേക്ക്, അല്ല തോട്ടി ഓടിയായി വെച്ച് തോട്ടി ഇങ്ങനെ ഓടിച്ച് ഒഴിഞ്ഞു പോയാൽ താഴത്തേക്ക്. ഇങ്ങനെ നോക്കി ഒന്നും വേണ്ടിയില്ല. കെണ്ടിൽ വെള്ളം കോരി കൊടുക്കാൻ വന്ന കെട്ടിയവര് ആ തോട്ടിലേക്ക് കൊടുന്നു. പിന്നോട് പോന്നു. അവിടെ കുറച്ചടിഞ്ഞ് ഇറക്കിയ കാലിൽ തന്നെ ഇറക്കണത്, അങ്ങോട്ടൊന്നും മിണ്ടണമൊന്നുമില്ല. എനിക്ക് കൽപ്പ് വന്നേ ഭയങ്കര. ഇപ്പൊ അങ്ങനെ ഇല്ലേ കുഞ്ഞുങ്ങളെ ഓർത്ത്. ഇപ്പം തോളിലേക്ക് ഇറങ്ങിയപ്പോ അവിടെ ഒന്ന് കുടിക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ പുറത്തോട്ടം ഇറക്കി. അവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. മിണ്ടണില്ല. അതുമാത്രം പറയുന്നുണ്ട്. നടുക്കോട്ട് ഇറക്കി. ഈ തോടിന്റെ വെള്ളം ഒറ്റക്ക് ഇറക്കണമല്ലോ. ഈ ചങ്ങലയുടെ മുകളിൽ വെള്ളം വന്നു, മുകളിലിട്ട് അത്ര തലക്കുന്നി ഇവിടെ പൊങ്ങി. അങ്ങനെ മര്യാദക്ക് വെള്ളം കുടിച്ച് ഞാൻ ആ കയറ്റിന്ന് കാരിനടിക്കുന്ന എനിക്ക് മണ്ണൊക്കെ നീരും കിട്ടുന്നല്ലോ ഒക്കെ കഴുകി. എന്നിട്ട് കയറിയിരുന്നു. എന്നിട്ട് വണ്ടി കയറ്റി ഇതുപോലെ ചോദിച്ചേക്കണാണോ? അല്ലല്ല, ഇത് രത്നാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ചെയ്തെന്ന് പറഞ്ഞ. അയ്യേ, എന്നിട്ട് അങ്ങനെ അല്ല പറഞ്ഞ ഇങ്ങനെ പൊന്നച്ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴേ പുള്ളി ചെയ്തപോലെ ആർക്കും അത് പറ്റില്ല. എന്നിട്ട് അങ്ങനെ പോയി കട്ട കയറി. വിളിച്ചപ്പോഴൊന്നും പോട്ടറാന്ന് പറഞ്ഞു. പുള്ളിയും പറയുന്നു നീരെന്ന് വെച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ കയറി. അങ്ങനെ എത്തിയോടെ കഴിഞ്ഞ പിന്നെ കയറ്റിക്കൊണ്ടിരുന്നേ. ആന കഴിഞ്ഞ് നല്ല ചങ്കറുപ്പ് പറഞ്ഞു എനിക്ക്. ആയാലും ചങ്കറുപ്പ് ആശാന. അല്ലെങ്കിൽ ഈ മുകളിലത്തെ റോഡില്ലേ, താഴത്തെ റോഡാ, വീട്ടിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ തന്നെ. ആ നീരെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും കൊണ്ടുപോകാറില്ല, 2-3 ദിവസം കഴിഞ്ഞ് ഇറക്കാറുള്ളൂ. അവിടെ അങ്ങോട്ട് ചെന്നോണ്ട് ഈ അലങ്കാർ വണ്ടി വന്നുണ്ട്. പഴച്ചേട്ടൻ വലിയ ഇഷ്ടമാണ് തന്നെ. മുമ്പ് ഞാൻ കാണാറില്ല. അലങ്കാർ വണ്ടി ഇങ്ങോട്ട് വരുവാണ്. ആന കുതിച്ച് ചാടി അങ്ങോട്ട്, നേരെ ഫ്രണ്ടിലേക്ക് ചാടുക. അങ്ങോട്ട് വണ്ടിയിലിരുന്ന് അയ്യഭാവൊന്നും ഒരവിടെയില്ലാണ്ട് ഒന്നും കേൾക്കാനില്ല. അയാൾ മിടുക്കൻ ഡ്രൈവറുവാ. പകുതി ഭാഗം പുറത്തേക്ക് ഇട്ടാ വണ്ടി ആവുന്ന സ്പീഡിലെ പുറകോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കുറെ പോയി. ആ റേഷൻ കടയുടെ ഇവിടുന്ന് ഈ താഴത്തെ വഴി. അവിടെ ചെന്നപ്പോ മുട്ടിയില്ലെന്നായി. അപ്പൊ ഇങ്ങനെ കവന്ന് രണ്ട് തോട്ടിയില്ലല്ലോ, ഈ രണ്ടു വെള്ളിലും കൃഷ്ണമണി മുകളിലേക്ക് പൊക്കി. രണ്ടും അവിടെ 1000 രൂപ തല മാത്രമാണ് ഇങ്ങനെ ഇരുന്നു. അപ്പൊ അത് നമുക്കെന്ന് പറഞ്ഞാൽ ശരീരം ഈ ആയാസം മാത്രം പോരാ, ഭഗവാന്റെ കാരുണ്യം വേണം, ഗുരുത്വം വേണം. ഇതെല്ലാം കൂടെ ഒത്തോനെ അത് കഴിയുള്ളൂ. അത് എന്റെ കഴിവല്ല, അത് ഭഗവാന്റെ കഴിവ്, എന്റെ ഗുരുക്കന്മാരുടെ കഴിവ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു, നടുറോട്ടിലിരുന്നു. ആനയുടെ തല എന്റെ കയ്യിലാ. ഇങ്ങനെ എടുക്കുവായിരുന്നു. അതാ വണ്ടി അവർക്ക് സുരക്ഷിതമാകണവരെ പിന്നെ ഞാൻ ഇങ്ങോട്ട് കാല് കണ്ടിട്ട് ആന പോന്നു. അല്ലെ അങ്ങോട്ട് ഒതുക്കി നിർത്തി സൈഡിലേക്ക്. എന്നിട്ട് കൈ കാണിച്ചു. വയച്ചേട്ടൻ വണ്ടിയും കൊടുത്തിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം കണ്ട് ഞാൻ ചെറുതായിട്ട് പറഞ്ഞായിരുന്നു. പിന്നെ രത്നാകരനോട് ചോദിച്ചു നോക്കിയാല് ഞാൻ അവനോട് മറുപടി വരാനാ പറഞ്ഞത്, വിനോദിനോട് പറഞ്ഞെന്നാ പറഞ്ഞത്. ഈ ആമ്പല്ലൂർക്കാർക്ക് ബാലകൃഷ്ണനോടാണ്ട് ഒരു മണികണ്ഠാനൊക്കെ ഉണ്ട്. ഈ രണ്ടാനയും മേലും ഭംഗി കൂടുതൽ വലിയ ആന മണികണ്ഠന്. അതിവിടെയുള്ള ശശിയാ കൊണ്ടുനടക്കണേ.
അത് വഴക്കൊക്കെ ഉണ്ടാക്കുന്ന അതിനെ കുറെ ആള് പണിയാനല്ലാണ്ട് ഞാനാ പണിത്. കിടങ്ങൂരാനെ നീര് കിട്ടിയപ്പോ അങ്ങനെ ഒന്നിപ്പോ നാരായണേട്ടൻ പറഞ്ഞു വിട്ടാണ് എന്നാ ഇച്ചിരി ഒന്ന് പണിത കുറച്ചതും കൊണ്ട് അവർക്ക് ആയിക്കോളും. അങ്ങനെ പണിതിട്ടൊക്കെ നവഘട്ടമാ. ബാലകൃഷ്ണനെ ഞാൻ അയച്ചപ്പോള് ഇങ്ങനെ ഒന്നിച്ച ഒരു പൂരത്തിന് പോയപ്പോഴേ ആ വഴി പോരും. അപ്പൊ ഈ താറാവ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ആനക്കാരൻ ശശിയുടെ ശിഷ്യം കൂടെയുണ്ട്. ഇന്ന് അവനും തൂങ്ങിച്ചെത്തു. ഈ ഓണക്കുള്ളിലായിരുന്നു വടക്കുന്ന ഒരു പെണ്ണ് കെട്ടി അവളെ കൊല്ലിച്ചേണ്ട ചെയ്ത. അപ്പൊ ഇവരിങ്ങനെ പോവാണ്. ശശി പറയാൻ കൊള്ളൂല, നമ്മളെ സ്വന്തക്കാരനൊക്കെ. ചെറുക്കനും ഇച്ചിരി ഇതുണ്ട്, നെഗൾപ്പുണ്ട്. എനിക്ക് അത്ര നെഗൾപ്പ് ഇഷ്ടമല്ല. പിന്നെ ഇവനൊരു കാര്യം, രത്നാകരന്റെ ഈ ബാലകൃഷ്ണന്റെ മുകളിൽ ആരും അംഗീകരിക്കില്ല. അമ്പലി ബാലകൃഷ്ണൻ ഇവന്റെ മുകളിൽ നല്ല സൂട്ടപ്പാ. അപ്പൊ ശശി പറഞ്ഞു, എടാ എന്റെ ആ ചെറുക്കന് നിന്റെ ആന ഒന്ന് വഴിയെടുക്കാൻ ഒരു മോഹം എന്ന് പറഞ്ഞു. അതിനെന്നെ ആയിക്കോട്ടെന്ന് പറഞ്ഞു. ഞാനതിപ്പൊന്നും പറഞ്ഞില്ല. അങ്ങോട്ട് അഴിച്ചോട്ട് പോയ നീ രത്നനോട് ഞാൻ പറഞ്ഞു, എടാ ആന അവന്റെ മേത്ത് കയറൊരു കേട്ടോ എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞു. ഇവനെല്ലാം മുകളിലെല്ലാം ഒതുക്കല്ലേ. അവനത് കേട്ടു. ആന അങ്ങോട്ട് പാണ്ടവൻ ചേർത്തുകൊണ്ട് ഞാൻ പിടിയിൽ എന്റെ കാല് തട്ടിയെന്നും പറഞ്ഞ് ഇരുന്നവിടെ. നീ ഒന്ന് അറിയിക്കൊന്ന് കേട്ടെന്ന് പറഞ്ഞു. ഒക്കെ വേഗം വേഗം. അങ്ങനെ ഞാൻ വടക്കലിന് മുമ്പ് കയറിപ്പോയി. അന്നൊക്കെ അങ്ങനെ കയറി ഞാൻ. ആദ്യം ഇവനെയാണ് കാല് കാണിച്ചത്. വഴി അടിച്ചിടാൻ വന്ന എന്റെ ആനെ വഴി അടിച്ചിടാൻ വന്നവനെ കിട്ടിയില്ല അവന്. അടുത്തത് ഇവനെ കിട്ടിയത് രത്നന്. ഈ കാങ്കോനിക്കലെ ചില കാടുണ്ട്, കോപ്പനച്ചമ്പളൊക്കെ ഉണ്ട്. കുത്തം കൊടുക്കാണ് തട്ടിയിട്ട്. കുത്തി ഇന്നതവൻ അങ്ങോട്ട് തറക്കട്ടെ ആരെന്ന് പറഞ്ഞു. അന്നേരം ഇവൻ പറഞ്ഞു, ഞങ്ങളെ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നുമല്ല, അവൻ മാറിയണോണ്ട് കിട്ടണം. കണ്ണമാനം വരുമ്പോ ഒത്തിരി പാട് കിട്ടും. മുയല് മുഴുവൻ മുള്ളാറുണ്ട്. അപ്പൊ അന്നേരം ലാസ്റ്റ് അവനിങ്ങനെ ഞാൻ ഇങ്ങനെ പയ്യൊന്ന് മാറ്റി കാലില്. അന്നേരം അവൻ പറഞ്ഞു, എന്റെ ചേട്ടന്റെ കാലിൽ എന്നെ കുത്തണം. എന്റെ ചേട്ടന്റെ കാലിലാണ് എന്നെ ആന കുത്തണെന്ന് പറഞ്ഞു. അങ്ങ് ഒന്നോളാൻ പറഞ്ഞു. അപ്പൊ ആന മാറ്റി. അത് എന്തൊക്കെ നമ്മളിങ്ങനെയൊക്കെ പഠിച്ചത്. അത് നമ്മളെ ആനത്തുപിടി ആന വേറെ ഏതും കുളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചോ. പിന്നെ ഈ പണി പഠിക്കുന്ന സമയത്ത് നല്ല കുത്തണ ആനകളുടെ കൂടെ പണി പഠിക്കാവുള്ളൂ. എങ്കിലും അവന്റെ ഭയം പേടി എല്ലാം മാറി ഒരു മനസ്സിനൊരു ഇരുത്തവും കിട്ടും. വല്ലതും പറഞ്ഞു കൊടുക്കാൻ ആളും വേണം. അങ്ങനെ ആലുവപ്പുഴയുടെ നടുക്ക് ഈ മണികണ്ഠനാണ് വന്നത്. ഈ ബാലകൃഷ്ണ മുമ്പിൽ പുറകെ പോയി രത്നാകരൻ മുകളില് ഒരു 9 കിലോമീറ്റർ ലാഭമുണ്ട്. ഇവിടെ ആലുവപ്പുഴ വട്ടം ചാഴ്ച. അന്നൊന്നും മൊബൈലൊന്നും ഇല്ല. ആദ്യം ശശി കയറിയിരുന്നു. ആന അങ്ങോട്ട് ഇറങ്ങാൻ മടിച്ച് പിന്നാക്കം പോകുന്നു. എന്റെ കയ്യിൽ കോലിരിപ്പുണ്ട് വലിയ പോലെ. ഞാനാണെങ്കിൽ ആഴ്ചക്കുട്ടെന്ന് പറഞ്ഞ ദേവൻചേട്ടന്റെ മകൻ മരിച്ചുപോയ സുമാനാണ് വന്ന ആ പയ്യനുമുണ്ട്. ഞാൻ 2 ഇടി അമരത്തം കൊടുത്തി കാലിന്, ഈ പുറത്തെ കാലിട്ട്. അതിന് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോ പൊന്നാ ചതിക്കല്ലേ എന്ന് എന്റെ മൂത്ത ശശി എന്നിൽ മുമ്പ് ആനപ്പണിക്ക് ഇറങ്ങിയത്. ഇവിടെ അടുത്ത വീട്. അവന് പറഞ്ഞപ്പോ ഞാൻ കാരണം ഞാനിന്ന് മാറി. ഇവന് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ശശിന് ഈ വേണു എന്ന് പറഞ്ഞൊരു ആനക്കാരനുണ്ടായിരുന്നു. പണിയില് ചെറുപ്പമാണ്, പ്രഗത്ഭനാണ്, പറൂരാണ് വീട്. എനിക്ക് അങ്ങനെ അങ്ങോട്ടും വലിയ കമ്പനി രത്നാകരനായിട്ട് അത് കമ്പനി രത്നാകരൻ പയ്യനാ. അപ്പൊ ശശിനെ ഈ വേണുവിന് ഞാൻ കയറ്റ വഴിയെ ഈ ആന ഇപ്പം എടുക്കണ കുറത്തം കയറി പോയി. കുറത്തിട്ട് വന്നു കഴിഞ്ഞപ്പോ ആന ഒരു വെട്ടിക്കലിന് കയറ്റിന്ന് കാല് കൊടുത്തു. ഈ 2 കാലിങ്ങനെ ഇട്ടിട്ട് കാലിന്റെ ഇടയ്ക്ക് അതാ കയറ്റ്. അത് ഒരു കാല് ഊരിപ്പോയി. നമുക്ക് ഈ കാലിപ്പൊ കയറ്റിയിടാൻ തോന്നുന്നു, കഴിയില്ല. നിസ്സഹായനെ. അപ്പൊ അങ്ങനെ കാല് കയറ്റിന്ന് ഊരി പോവാൻ കാരണം ഞാനൊരു നടുഭാഗത്തിന് ഇപ്പുറം ഒന്ന് മതിൽ പിടിച്ചു. അപ്പൊ ഞാൻ ഈ വേണുവിന്റെ ഒരു അടയാളം കാണിച്ചു. ആ അടയാളത്തിൽ ഈ ആന പുഴ അക്കരെ ഒരു പുഴയുടെ കയറും, എങ്ങനെ നിൽക്കില്ല. ഇവനെ ചെയ്തു. ചെയ്യുന്നതിന് മുമ്പാണ് അടിച്ച് ഒരു കാല് കയറ്റിന്ന് പോയി. ഇതിപ്പോ കയറ്റിട്ടെന്ന് തോന്നുന്നു ആലുവപ്പുഴയുടെ നടക്ക. ഞാൻ ഈ വിട്ടത്തിലല്ലേ പറയുള്ളൂ. ഞാനിവിടെ ഒന്നുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ടെങ്കിൽ നിന്നെ മുകളിൽ നിന്ന് വിളിക്കാനുള്ള സമയം ആയിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലുമായിരുന്നു. അത് തന്നെ രത്നം ഞെരക്കെട്ടി ആന്റെ മുകളിലേക്ക് നമ്മുടെ ആനുണ്ട്. ഞാൻ നിൽക്കണ പൊട്ടക്കിണറ്റിലേക്ക് കാല് കാണിച്ചാൽ ഏതാണ് അങ്ങോട്ട് ചാടും. അത്ര വിശ്വാസമാണ് എന്റെ കാലില്. അങ്ങനെ സമയത്തെ കയറുള്ളൂ.
ഇതിന്റെ മുകളിൽ കയറി തൂട്ടിയമ്പടി രത്നത്തിലേക്ക് പോലുമായിട്ട് കയറി വെല്ലുവിലുമായിട്ട് അവിടെ കേട്ട് ഇടിയാൻ തുടങ്ങി പോലെന്നാട്ട് കിട്ടി ഞാൻ കിട്ടും ഒരമണിക്കൂറോടെ ഇടിച്ചേ. അപ്പൊ നേരത്തെ ഈ മണികണ്ഠനാണ് ഈ ബാലകൃഷ്ണനെ ഞാൻ കൊണ്ടുവരാനായിട്ട് കുത്തിയിട്ടുള്ള. അപ്പൊ ഇടയ്ക്ക് ഈ മണികണ്ഠൻ ഇങ്ങനെ വരുമ്പോ എല്ലാവരും അനക്കീന്ന് കാണിക്കും, നമുക്കിട്ട് തരുമോ ഈ കൺമള രണ്ടും ഒരു വർഷം ഇടിച്ച് തെറുപ്പിച്ച് അവിടുന്ന് ആയനിടയ്ക്ക് ഈ ആന ചേർത്ത് എടുത്തിട്ട് ഈ കാലെടുത്ത് കാലിന്റെ ഇടയ്ക്കോട്ട് ഇട്ടു. ശശിയുടെ വീട് കുറച്ച് അപ്പുറത്താ. ഇത് കേൾക്കുമ്പോ അവനും പറഞ്ഞല്ലെന്ന് പറഞ്ഞേ ഈ ചേർന്ന് എനിക്ക് അട്ടയില്ല നേരം ചേർന്ന് എടുത്ത് പുഴയുടെ നടുക്ക് വെച്ച് ഈ കാലിന്ന് വലിച്ചെടുത്ത് ഈ കച്ചക്കാർ ഇങ്ങനെ ഞെടുത്ത് ജില്ല കയറ്റം കിട്ടും. അവിടെ നിന്ന് ഇടിച്ച് കട്ടി വെച്ച് പിന്നെ അവനും സ്വാധീനമില്ലേ. രത്നൻ ശശിയുടെ ആന അവനോട് ചോദിക്കാം. ഇങ്ങനെ കുറെ കഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. രത്നാരൻ ഈ കാളിദാസനെ തരാൻ കൊണ്ടുവരുന്ന ആന കരുവന്തല് വെച്ച് ഈ ചങ്ങല പടുത്തു ആരെങ്കിലും ഭയങ്കര പൊട്ടയാനെ അമരം കുറെ നീളത്തിലാ കെട്ടിയിട്ട് അങ്ങനെ പുറത്തെ കാലം. ഞാനിച്ചിരി നോക്കിയപ്പോ കനകൻ മിടുക്കനായിരുന്നു. കനകൻ ഈ തവണപ്രാവശ്യമൊക്കെ തിന്ന് അനങ്ങാണ്ടിരിക്കുമല്ലോ. അവന് തളർത്തി കയറിയിരുന്നു കാലം മുള്ളുകൊണ്ടെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് നേടിയിട്ട് കാര്യമില്ല, ആനന്റെ അടുത്ത് അണഞ്ഞു കൂട്ടണം. അപ്പുറം ഒരാളും കൂടെ വേണം. മതം ഒലിക്കണേ ഞാൻ വൃത്തികെട്ട അന്നേരം മാത്രം മതത്തില്. അപ്പൊ ഞാനിവിടെ രത്നാനി നായരമ്പലത്തെ നീര് കിട്ടിട്ടുണ്ട് പറഞ്ഞ കുട്ടി കൃഷ്ണനെ. ഞാൻ അവിടെ ചെന്ന് എടാവേ ഇങ്ങനെ ഒരു ഒത്തം പറ്റില്ല. അപ്പൊ ഈ കരുവന്തൽക്കാരെ എന്നെ മൈക്കൂർ വയ്ക്കാൻ ആള് വിളിച്ചു. ആ വീട്ടിൽ ഞാൻ പറഞ്ഞു ഇവിടെങ്ങാണ്ട് മൈക്കൂർ വയ്ക്കുകയാണെങ്കിൽ എന്നെ വിളിക്കൊന്നില്ല. ഇവിടെങ്ങാൻ കാണുന്ന സൗകര്യമുള്ള ഭംഗിയുള്ള മരത്തിലെ തൂങ്ങൂട്ടോന്ന് പറഞ്ഞു. ഇന്ന് രാത്രി തന്നെ ഒരു എഴുത്ത് എഴുതി വെക്കുന്നു നിങ്ങളെ പറ്റി. ഞാൻ ഇങ്ങനെ ഒരുത്തനുണ്ട് അവനോട് ഒന്ന് കാട്ടുന്നു പറഞ്ഞു. എന്നെ എനിക്ക് കാണാൻ ഒരുത്തനുണ്ട് എന്നെ മുകളിലാന്ന് പറഞ്ഞു. ഒരു ഓട്ടോ വിളിച്ചാരോ വന്ന് ചോദിച്ചു. കാറ് കിട്ടുന്നവര്. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ ആയിരമ്പലത്തെ കുട്ടി നീര് കിട്ടിയൊക്കെ അവന് വലിയ സൗകര്യമൊക്കെ ഉണ്ട്, കുളികുടി എല്ലാം ഉണ്ട്. നമ്മുടെ ഈ വിജയനാനാണ് അന്ന് നീര് കിട്ടിയൊക്കെ. ഇവിടെ ചെന്ന് അവൻ കുളിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ലോടാ വേ, ഇത്ര ഒരു നാണക്കേട് വരാല്ലോ, ഒന്ന് വരാമോന്ന് ചോദിച്ചു. അവൻ ഇങ്ങനെ കാണിച്ചു പുള്ളുണ്ടോന്ന്. എന്നെ വേണേ തരടാവെന്ന് പറഞ്ഞു. അങ്ങനെ തലയൊക്കെ തോർത്തി ഞാനിങ്ങോട്ട് കൂടി തോർത്തി ഈ കാറെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു ഇതൊരു ഇങ്ങനെയാണ് ഈ ആനയുടെ രണ്ടു മൈക്ക് അണഞ്ഞു കൂടിയാലേ ചേർന്ന് ആന വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. കെട്ടാനോ ചങ്ങലമാര് കെട്ടാനോ അല്ലോ ഒന്നും പറ്റിയിരുന്നു. ഒന്നും മിണ്ടില്ല. ഞങ്ങൾ രണ്ടും 2 വയസ്സോട്ട് കൂടി ചെന്നു. ഒരു വാശം കൂടിയായിരുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് കയറി ഇവൻ എങ്ങനെയോ പനങ്കി കിടക്കണ നീര് കിട്ടിയേക്കണത് അറിയല്ലേ, ഒരുപാട് കിടപ്പുണ്ടായിരുന്നു. മറന്നുപോയി താഴത്ത് കൊമ്പിന്റെ അടിയില്. ആൾക്കാർ കൂടി ഒരു അയ്യോ എന്നുള്ളവരോടെല്ലാം ഒന്നും കേൾക്കാനില്ല. ഈ ഇടയ്ക്ക് ഞാൻ അടുത്ത വീട്ടിൽ ഇത്രയും പറഞ്ഞു മോളിൽ നിന്നുള്ള സമയമായിട്ടില്ലെങ്കിൽ അവനെ കൊല്ലൂല. ഞാൻ അവിടെ ഒരു ടീം ഇഞ്ഞു പറഞ്ഞു വീണു ചോദിക്കാം ഇഞ്ഞു മുന്നേ വീണു. ഞങ്ങൾ ആനയൊക്കെ ഭംഗിയായിട്ട് വാരെങ്കിലും കെട്ടിപ്പോന്നു. ഞങ്ങൾ ഈ രണ്ടുപേരും നീര് കിട്ടിയേക്കുമല്ലേ. അപ്പൊ ഞങ്ങളോട് ഇച്ചിരി അങ്ങോട്ട് മാറ്റിത്തരാമോ ഇങ്ങോട്ട് മാറ്റിത്തരാമെന്ന് ചോദിച്ചു കനകൻ. കള്ളൻ അരി വെച്ചവനാ. അപ്പൊ നാളെ ആട്ടറാന്ന് പറഞ്ഞു. അപ്പൊ നാളെ ഒരു വണ്ടി അങ്ങോട്ടേക്കാൻ പറഞ്ഞു. ഞങ്ങൾ പോന്നു. ഇതിന്റെ നടക്കൊക്കെ നീരായിരുന്നു. ഈ ഒരിടി കൊടുത്ത് ഇത്ര മണ്ണം കണ്ടായിരുന്നു ഇവന്നെ അടി പോയപ്പോ. ഞങ്ങള് പട്ടൊക്കെ കെട്ടി രാവിലെ ഒന്ന് ഇഷ്ടം പോലെ കഴിക്കാമല്ലോ അവനെ പറ്റിക്കാമല്ലോ എന്നൊക്കെ ചെയ്തേ. അപ്പൊ ആന അടുത്ത മരത്തെ മാർക്കറ്റേക്കുവാ. അതിന് പറയാഞ്ഞെന്ന് ചോദിച്ചേ ഞങ്ങളെ ഞാൻ മാറി കെട്ടിയിട്ടാ ഞാൻ മാറ്റി കെട്ടി കുഴപ്പമൊന്നുമില്ല. നായരെങ്കിൽ പിന്നെ ഒലുവൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഊമ്പത്തരം പറ്റി അങ്ങനെ പോയിട്ടുണ്ട്. മൂത്തൊന്നുംകാരാണ് ഈ ഒരാനയിലുള്ള കൈവിട്ടപ്പോ ഇങ്ങനെ നമ്മുടെ വിജയനാനയ്ക്ക് അവിടെ കാറുമൊക്കെ ആയിട്ട് വന്നു. അപ്പൊ ഇവന്റെ ആന കുട്ടീഷാനെ ചെരിഞ്ഞു. അവന് ആ മനസ്സിലായിരിക്കും ഞങ്ങൾ ഒന്നിച്ചാ പോരാ എല്ലാത്തിനും കെട്ടാനേ ഒരു പൊരുത്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ അവനിങ്ങനെ മനസ്സുകൊണ്ട് ഒരു സുഖമില്ല, ഞാൻ പോയില്ല. ഇവിടെ എവൻ എന്റെ നിക്കണ ആനക്കായിട്ട് വിളിച്ചിട്ട് എന്റേതാ പോകുന്നില്ല, പ്രാന്ത് പോലെയായി മിണ്ടാട്ടമൊന്നും ഇല്ലാണ്ട്. അത്ര ഇഷ്ടമായിരുന്നു അവന്. 13 കൊല്ലം കൊണ്ടുവരുന്ന അത്. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഷാപ്പുണ്ട്. അപ്പൊ ഞാൻ ഇവന് കൊണ്ടുവന്ന് വെച്ചാൽ 500 രൂപ കൊടുത്തു ഏൽപ്പിച്ചിട്ട് വെക്കടെ കൊടുത്തിട്ട് പോയി. അവന് കള്ളു കുടിക്കാനുള്ളതെന്ന് പറഞ്ഞു. അന്ന് കള്ളിന് ഇത്ര വിലയൊന്നുമില്ല. അവൻ ആര് കള്ളു കുടിച്ചെടുത്താലും വിളിക്കാൻ പറയും എന്റെ ചേട്ടൻ തന്ന കാശുണ്ട് ഇനിയും തരും. കുടിച്ചിട്ടില്ല വേറെ ആര്. ആന വന്നതും അതിശയാണ്. കുട്ടിയുടെ പേര് കേട്ട ആനയാണ്.
തീരെ പ്രായക്കുറവില്ല. ബീഹാറിൽ നിന്ന് ആദ്യം വന്ന ആനയെന്ന് പറഞ്ഞു, യു പി ആന. അത് പല രണ്ട് ആനക്കാരെ കെട്ടിവെച്ചിട്ടുള്ളൂ. ഒന്ന് പുത്തമ്പേട് ചന്ദ്രൻ, മണിമാല ചന്ദ്രൻ, പരിയാരം ചന്ദ്രൻ, ഇതെല്ലാം ഒരാളാ. ഒരു വീരപ്പൻ സ്റ്റൈലാ. അഹങ്കാരമൊന്നുമില്ല, ആനപ്പണിയും പറയില്ല. ആനക്കാരിലെ ആനക്കാരൻ. ഒരാള് ഈ ചേലൂരാന കൊണ്ടുവരുന്ന ഗോവിന്ദാമ്മാവന്റെ മകൻ അപ്പു, അയാള് ഇതിന് കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ അപ്പു ചെറുപ്പകാലത്ത് ഒരു അടി ആനക്കിട്ടം കണ്ട് കൊടുത്തിട്ട് അഴിച്ചുവിട്ട് കൊടുത്തിട്ട് ഇന്നെ കാണാൻ നോക്കി കിടക്കുക. അന്ന് ഈ ഭാര്യ അടുത്തായിരുന്നു. നമുക്ക് ഇവിടെ ഒരു കാട്ടിന്റെ ഒരു പുല്ലാത്തിക്കാട്ടിൽ കയറി കൊങ്ങണിക്കാട്ടിൽ കയറി ഇങ്ങനെ കുടിഞ്ഞു കുത്തിയിരിക്കാന്ന് പറഞ്ഞല്ലോ. അത്രേ ഉള്ളൂ. ഒന്നും ഭാഷയിൽ ഭയങ്കര പതിയാരം ചന്ദ്രൻ ചേട്ടൻ കയറി കൊണ്ടുവരുന്നു. തൃപ്പൂണിത്തറ വന്നിട്ട് ഇവരെ കൊണ്ട് ആരെ കൊണ്ട് കൊടുത്താൽ എഴുന്നേൽക്കാൻ പറ്റില്ല. ഗോപുരം കണ്ട ആനയ്ക്ക് ഭ്രാന്ത, കൂടുതൽ ചാട്ടം കൊടുക്കും. അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ നടക്കുള്ളൂ. അങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്ന ആനയാ. ലാസ്റ്റ് ഇതിന് ഈ ചേലൂർ അമ്മാവന്റെ മകൻ ചെറിയപ്പൂ എന്ന് പറഞ്ഞാല്, വല്യപ്പൂ എന്ന് പറഞ്ഞത് എങ്ങനെ പെങ്ങടെ മകൻ. അതില് ചെറിയപ്പൂ ആണ് പിന്നെ കൊണ്ടുവരുന്നത്. കയ്യിലിരിപ്പ് കൊള്ളൂന്ന് പറഞ്ഞു, എനിക്കറിയില്ല. ആനപ്പണിയിൽ അഗ്രഗണ്യനാണ് ഇയാളിവിടെ കൊണ്ട്. ഇങ്ങേരാണ് കൊണ്ടുനടക്കുന്നത്. അപ്പൊ ഈ നായരമ്പലത്തേക്ക് മേടിച്ചവനെ ഇവിടെ തൃശ്ശൂർ പൂരം കാണാൻ നായന്മാരെല്ലാരും കൂടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആന എവിടെയെങ്കിലും ഇല്ല. ഇടയ്ക്ക് അപ്പൂനെ കണ്ടു. ആന ഇന്ത്യ അവിടെ കണ്ടില്ല അപ്പൂന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതിനെ നീരൊലിക്കുന്ന തമക ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്ന് അതിനെ വെടികൊള്ളിക്കാനൊന്നും പറ്റൂല. ആന കുറച്ച് മാറ്റം കിട്ടിയേക്കൊന്നു പൊക്കോളൂന്ന് പോരാണ്ടിരിക്കാൻ പറ്റൂല. അവിടെയൊക്കെ ഈ ഡൂക്കിലി ആനക്കാരൊക്കെ ഉള്ളത് നായരമ്പലത്ത്. ഇങ്ങനെ 2 കിലോമീറ്റർ അകലെ ഏത് കമ്മറ്റിക്കാരനെ കണ്ടാലും തെറി കൊടുത്താണ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ലാസ്റ്റ് അങ്ങനെ അവിടെ നിന്ന് നമുക്ക് കിട്ടി കനകന്. കനകൻ വലിയ ഭംഗിയൊരു കോലമൊക്കെ പണിയിച്ചു. എന്നോട് വന്നിങ്ങനെ വിളിച്ചു. അപ്പൊ ഈ പറഞ്ഞ ശശിനെ വിളിച്ചു. ഒരു ഈ അരയങ്കാവിൽ അല്ലെങ്കിൽ നെച്ചൂരുള്ള ഒരു വാനം പാക്കരെന്ന് പറഞ്ഞുണ്ടോ, ഭയങ്കര ശരീരമുള്ള ആളാ. അയാളൊന്നും പിന്നെ കണ്ടിട്ടില്ല, പെണ്ണൊന്നും കെട്ടിയിട്ടില്ല. കെട്ടാറില്ല എന്നല്ല, കെട്ടിയിട്ടില്ല. അയാളെ കൊണ്ടു അയാളെ കൊണ്ട് വന്നു. ഞാനൊക്കെ ഈ അപ്പു ആനപ്പണിയിൽ അഗ്രഗണ്യനാണ്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, എങ്കിലും കണ്ടിട്ടുണ്ട്. വർത്താനൊന്നും അങ്ങനെ വരാറില്ല. പോരെങ്കിലും നമ്മളെ കഴിഞ്ഞ് കൂടുതലുള്ളവർ നമ്മൾ തന്നെ അങ്ങോട്ട് കൊണ്ടാൻ പോണം. ഇവിടുത്തെ ഈ വിളിക്കാൻ്റെ എല്ലാം സദ്യ പോലെ ഈ ഇവിടെ ചെന്നു. ഈ കമ്മിറ്റിക്കാര്, നായരമ്പലത്തെ കമ്മിറ്റിക്കാര് വിയ്യൂര് ആനപ്പറമ്പിലെ കെട്ടിയേക്കണേ. കമ്മിറ്റിക്കാര് ഒരു മുറിയൊക്കെ എടുത്തു വന്നു. മുറി കിടന്നു. അപ്പൊ ഇവരൊക്കെ പോയി കാറ് തന്നെ. ഞാനൊരു 1/2 ലിറ്റർ റമ്മു എടുത്തു. മേടിച്ചോണ്ടെന്ന് വെച്ച് മുത്തുണ്ടും വേലാരനാരെന്ന് പറഞ്ഞ നല്ല ആൾക്കാരനാണ്. അയാളാ ഈ തിരുവമ്പാടിയിൽ ഒരു ആന മേടിച്ചിട്ടുണ്ട്. ചുരുക്കി പറയുക, ഇതിന് വല്ലവരും വന്ന് ചെറിയപ്പോ വല്ലവരും വന്ന് ഉപദ്രവിക്കാണ്ടിരിക്കാൻ നോക്കാൻ ഇട്ടേക്കുക. ഇങ്ങനെ പഴയ ആളാ. അപ്പൊ ഇങ്ങനെ അതിനെത്താത്ത രീതിയിൽ ഇങ്ങനെ കുത്തിയിരിപ്പുണ്ട്. കുരങ്ങ് ദുരിതേ കയറിയിരിക്കുമ്പോ ഞാനൊക്കെ ഇവിടെ നേർക്കൊരു ഉദ്ദേശം നോക്കിയപ്പോ ഒരു 10-14 പട്ടിയുള്ള മെടഞ്ഞു കിട്ടിയത് ഇടത്തരം കൈ അവിടെ കിടപ്പുണ്ട്. ഇത് ഓരോന്നിടത്ത് കുലുക്കും കുത്തു നിർത്തും കുത്തി ഒടുക്കി ഇതൊക്കെയാണ്. അങ്ങനെയാണ് ഭയങ്കര. ഒരു 3-4 ആനയുടെ ഊരുമുണ്ട് ഇവിടെ. അമ്മാവനെഴുതി എങ്ങനെ, അയ്യോ പൊന്നാ അങ്ങനെയാടാ ഇങ്ങനെയാടാ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊച്ചെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ മദ്യപിക്കുമെന്ന് ചോദിച്ചു. ആ വിഷ്ണുവാനെ ആളെ കൊന്ന പിന്നെ എന്നെ മുമ്പിട്ട് വന്ന പിന്നെ ഞാനങ്ങ് കഴിക്കാറില്ലടാ, ഇപ്പൊ കഴിക്കാറില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനിങ്ങനെയൊക്കെ ഡൂക്കലായിട്ട് കിടക്കുവാണെങ്കിൽ എന്റെ സ്വന്തത്തിൽപ്പെട്ട പുള്ളി രാത്രിയാ അമേരിക്കയിലുണ്ട്. ഇത് നമ്മുടെ രക്തം ശുദ്ധിയാണ് സാധനമാണ്. ഏന്റെ ഒരു പേരൊക്കെ ഇതിന് നമ്മുടെ ഒന്നും പറമ്പ് വിറ്റാൽ പോലും കിട്ടുകയല്ല. വേണം ഒരു കഴിച്ചോളാം, പഞ്ചായത്ത് കഴിക്കാൻ പോകുന്നു. എന്നാ അങ്ങനെയാണെങ്കിൽ ഇച്ചിരി തന്നേക്കാൻ പറ്റും. ഇച്ചിരി കൊടുത്തു. വെള്ളമൊക്കെ കുടിക്കൊണ്ട് അപ്പൊ തന്നെ വെള്ളം കോരാൻ പോയി. അടുത്ത് കിണറുണ്ട്. ഇച്ചിരി കുടിച്ചാൽ പിന്നെ കൊടുത്തോളൂല്ലോ. അപ്പൊ ഇയാൾക്ക് ആർക്കൂടെ കൊടുത്തു. ഞാൻ കുടിച്ചില്ല. അങ്ങനെ താങ്ങ് പിടിച്ചുകൊണ്ടൊക്കെ എത്തി. അതിനിടയ്ക്ക് പറഞ്ഞു, ഇത് ഭയങ്കര ഏറുമൊക്കെ എന്നാണല്ലോ അമ്മാവ പറഞ്ഞേ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു നീളം കൊണ്ട മുണ്ടങ്കോലും ഉണ്ട്. ഇവനാ ഏറെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് കയറിയെടുക്കാൻ പറഞ്ഞു. കോലും കൊണ്ടൊക്കെ എന്നാ അപ്പൊ തത്വ കാണും. ഒരിടിയും കൊടുക്കല്ല. കോലിന് മേലത്തെ ചവിട്ടി കൊടുത്തിട്ട് പുറത്തുണ്ട് ഒരു ഏറ് വെച്ച് കൊടുത്തു. ചൊവ്വ കൊണ്ടുപോകും. കൂത്തച്ചേനെ ഇടിച്ച് കൊല്ലണ്ടോടാ പൊന്നാന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിന് പോയി പെരക്കാൻ ആ റൂമിൽ പോയി കിടന്നു. ഞങ്ങളുടെ റൂമിൽ ഞാൻ ഈ കനകനെ വിളിച്ചു, ഇവന്മാരെയൊക്കെ വിളിച്ചു, ഈ പാക്കറിനെ വിളിച്ചു. ശശി അടിച്ചു പോന്നു.
എനിക്ക് നുണ പറഞ്ഞ ഇഷ്ടമല്ല. ആ. താത്താൻ തുടങ്ങി അവിടെ ആ. രാത്രിക്ക് ആ. ആ. ഒരു 3-4 മണിക്കൂർ തട്ടി. ആ. അത് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് കിടക്കണില്ല. ആ. കയറൊന്നും കേട്ടാണ്ട് ഇരുന്ന് ഞാനിട്ട് പുറത്തേക്ക് ഞാനും കയറ്റി തോട്ടിക്ക് വലിച്ചടിച്ചു നോക്കി. കയറൊന്നുമില്ല, ആ. കിടക്കണില്ല. ആ. 3-4 കൊടുത്തു. ആ. അതൊക്കെ കഴിഞ്ഞ് ഈ മണ്ണും ചെളിയൊക്കെ ഈ കാലക്കിടൊക്കെ തൂത്ത് അല്ലെ ചോര ചിരിച്ച വന്നു. ആ. ആ കിണറ്റിൽ നിന്ന് തന്നെ ഒരു മോട്ടോർ വരം കിടക്കിടയാ ആ. തൊട്ടിയുണ്ട്. ആ. അവിടെ ഇതിന് ചെളിയും കൂടെ വാരിയിട്ട് കുഴച്ചിട്ട് 4 കാലം തൂത്തു ഞാൻ. ആ. ആ. ഇപ്പൊ ഞാൻ അടുത്തൊക്കെ ചെന്ന് അങ്ങനെ ചെയ്യാറായി ആ. ചോദിച്ചു. ആ. രാവിലെ നായന്മാർ വന്നു, ആ. കമ്മിറ്റിക്കാര്. ആ. അവര് വന്ന് പുനഃ രാഘവലൊക്കെ നോക്കിയിട്ട് അവൻ ഇന്ന സമയത്ത് അടിച്ചോളം പറഞ്ഞു. ആ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആന അടിക്കാൻ വന്നാല് എന്നോട് ചോദിച്ചു. അവൻ വന്നിട്ടില്ല. അവൻ അന്നേരം ബാലകൃഷ്ണനാ ഞാൻ നിൽക്കണേ. അവന്റെ ആശാനാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആന അടിക്കാൻ വന്ന ഓണക്കൂറി എന്ന് പറഞ്ഞത് ഒരാളെ വരുള്ളൂ. അല്ലാണ്ട് ചുമ്മാതെ കരുതയുടെ പുറത്തേക്ക് എന്താ അതിൽ കയറ്റി ഓടിക്കുന്ന സ്വഭാവമൊന്നുമില്ലെന്ന് പറഞ്ഞു. തോമട് കയറ്റി വെച്ച അപ്പൊ കനനല്ലേ അവനഴിക്കട്ടെ എന്ന് പറഞ്ഞു. 1-2 മുട്ടിക്കുള്ളിൽ നമ്മളൊക്കെ മുട്ടാറില്ല. ഇപ്പൊ എങ്ങനെ ഒരു ആനയാണെങ്കിലും ചാവനടുത്തന്നല്ലേ കൈ കാണ്ട് അമരത്തിന് പുറത്തെ കാലിന്റെ തൊട്ടാ മതി ഇരിക്കുമെന്ന് എനിക്കറിയാം. ഇവൻ തന്നെ ചോരിയിടി കൊടുത്തു. അതാ മണലിക്കട്ട് പോയി, മണ്ണിക്കട്ടെ. രണ്ടാമത്തെ ഒരു വന്നതിന് മുമ്പ് ഞാൻ ഇരിക്കും കിടക്കും ചെയ്തു. ഇത്ര ഞങ്ങൾ കേറുള്ളൂ. ഇവർക്ക് വലിയ സന്തോഷമായി. ഇവര് പൊറുത് മുട്ടിയിരിക്കുവായിരുന്നു. 2 ആനക്കാരെ എന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ. പൊറുത് മുഴുത്ത ആനയാ. പ്രായത്തെ തീരെ കുറവ്, ഒരു 25 വയസ്സ് കാണും. അതിന്റെ കൊമ്പ് കാണിക്ക് കാണാം. ഈ ചീളി ഇവിടെ ഒക്കെ 2 എണ്ണം ചെറിയ ചുമന്ന അല്ല സിംഹത്തിന്റെ കണ്ണു പോലെ കണ്ണു. അപ്പൊ കയറൊക്കെ കെട്ടി വെള്ളമൊക്കെ കൊടുത്തോളന്നു. ഇതൊക്കെ കോരി കൊടുത്തു കഴിഞ്ഞിട്ട് എന്നാ നമുക്ക് പോവാന്ന് ചോദിച്ചു. പോയേക്കെന്ന് പറഞ്ഞു. ഇവരാരും കയറൂല, ഞാൻ തന്നെ കയറി. അവിടുന്ന് പോരും. അവിടുന്ന് കയറി ആന ഈ കനം പുറയുന്നു വന്നു 2 എണ്ണം കൊടുത്തു അടി. 2ഉം കൊണ്ടുപോയില്ല. ആന കഴിഞ്ഞു പോയി, വിട്ടു പോവാനാ. ഏതായാലും പോണ്ട വഴിക്കാ പോണത്. പിന്നെ നായന്മാര് കമ്പറ്റിക്കാര് ചോദിച്ചു എന്താ ആന എങ്ങനെ പോണേ പൊന്നാന്ന് ചോദിച്ചു. ഇത് കാലിൽ എങ്ങനെ ഉണ്ടോ നോക്കിയതെന്ന് പറഞ്ഞു. തീട് കാലില് എന്റെ കയ്യിൽ നിന്ന് പോവാറുണ്ട്. അവര് പോയി 2 ഈ ഓരോ ഇഷ്ടം വെച്ച് കെട്ടിയേക്കണ കല്ല് ഇഷ്ടക്കല്ല് ഇതേ വീടിനെ കഴിഞ്ഞ മുകളില് ചുറ്റും കിടക്കുക. ഇപ്പുറത്തിഞ്ഞ് വന്നേച്ച് ഓടി വന്നവരൊന്ന് മുട്ടിഞ്ഞ് മടക്കാനാണ്ട് ഇതിനിട്ട് ഒരു ഇടിയം കൊടുത്തു. 3-4 ഇട്ട് എന്റെ തലയിട്ടും വേണം, മേത്തേക്കും വേണം. അവിടെ നിന്ന് നേരെ അവിടെ കിടക്കല്ലോ അടുത്ത മതിലും. അതും അപ്പോഴത്തേന്റെ ഉടമസ്ഥനും ആൾക്കാരൊക്കെ കൂടി ഒന്ന് വേള പുറോട്ട് നോക്കുമ്പോ ആന കുത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ കണ്ട് ഈ കനകനെ മാല ഒരു പോക്കറ്റ് ഇടുക. എന്നിട്ട് പറഞ്ഞടാ ഇതിനെ കൊണ്ടു നടക്കാൻ നീ ആടാ ചോദിക്കും. ഞാനല്ലടാ, എന്നെ തെറ്റിക്കടാന്ന് പറഞ്ഞു. ഒത്തിരി പറഞ്ഞു. മരിച്ചു പോയതിനെ പിന്നെ ഞാൻ ദോഷം പറയോ? നീ അതിനെ എന്നാടാ ഇപ്പൊ ഈ മതിലും കുത്തിക്കൊണ്ടിരിക്കുവല്ലോ, അല്ലാണ്ട് ഇപ്പൊ വല്ല കുഴപ്പമൂടെ ഉണ്ടാറുണ്ടോന്ന് ചോദിച്ചു. പെരയൊന്നും അല്ലല്ലോ കുത്തണ്ട, ഇതും കുത്തിക്കൊണ്ടിരിക്കുക. കുത്തട്ടെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞോണ്ടിരിക്കാനാണെങ്കിൽ ആനോട് വീണു തൂട്ടിക്കൊടക്കി ചാടിച്ച്. വന്നതിൽ കാരണന്മാരും പിള്ളേരും എല്ലാവരും കൂടിയാലും ഇങ്ങനെ ഇവർക്ക് തുക ചോദിച്ചു. അതിൽ പിള്ളേര് നമ്മുടെ സൈഡാണ്, നമ്മുടെ സത്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയെന്നിട്ട് അറിഞ്ഞ അരിമേടിയിലും മുട്ടി. അരിമേടി ഇങ്ങനെ മരുന്ന് കിടന്നിട്ടാ വന്നെ പൊന്നു കൂട്ടുകാരോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഇവര് കണ്ണു കാണിച്ചു പൊക്കോളെ പിള്ളേരെ. അടുത്ത കാല് കാണിക്കന്നെ ഒറ്റ പിടിയിൽ കൊടുത്തു. ഇതെന്നാ പറ്റിയെന്ന് വെച്ചാൽ കൂടെ ഉണ്ടായിരുന്ന പാക്കനല്ലേ പാലമ്പക്കൻ. എടാ ഇപ്പൊ മുകളിൽ അവനെ ചട്ടായേക്കണത്. പിന്നെ ഗോവ് തൊടിക്കില്ല. ഞാൻ ഒറ്റച്ചട്ട തല്ലിക്കോ എന്ന് പറഞ്ഞു. ഇവന് ഓടി വന്ന ചോർക്കപ്പുറത്ത് വന്ന 2-4 കൊടുക്കും. ഇതിന്റെ കൊള്ളുകയില്ല. നല്ല ആൾക്കാരും കൊണ്ടുവരുന്ന ഇവൻ ചെന്നതെല്ലാം മേടിക്കല്ല. അങ്ങനെ വന്നതാണ് ഞാനിവിടെ. പിന്നെ അവരറിഞ്ഞു, കമ്മിറ്റിക്കാരറിഞ്ഞു ഞാൻ രാത്രി കയറി പണം നടന്നു. അങ്ങനെയാണ് ഇവിടെ വന്നത്. അത് കുട്ടിവേഷം അത് എന്നോട് വാത്സല്യം. ഈ ഗുരുവായൂർ കോട്ടയിലെ ഒരാൾ ഈ മാഷോട് വിരോധമുള്ള അസുഖമുള്ള ഒരാൾ വിളിച്ച് കോട്ടക്കയറ്റം കൊണ്ടു കൊടുക്കുക. ഇവൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ശരി, അവൻ പോയി ആ കാലത്ത് അതിനെ വെച്ചിട്ട് ആരുമില്ല. ഇന്നീ കാണുന്ന രത്നല്ല, നല്ല കലിപ്പാ. എന്തൊന്നും വിളിക്കണം. അവിടെ കാളിദാസനാന കുട്ടിഷാനെങ്കിലെ ഇങ്ങനെ ഒന്നിച്ചെഴുന്നള്ളിച്ച് പോവാ. അപ്പൊ ഒരു വീടിന്റെ ഭാഗം ചെന്നപ്പോ ഈ കോലം പിടിക്കാൻ അന്നേരം തന്നെ ആൾക്കാരെ കമ്പറ്റിപ്പോരാ ഈ ഇലയറ്റ് പോരല്ലേ കയറി കിടന്നപ്പോള് ഈ കാളിദാസനാണ് അതിന് വേറെ അതിന് തുറന്ന ഇഷ്ടമല്ല. ഈ കനന്റെ കാളിദാസനാണ് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചു. രത്നം പറഞ്ഞടാ ആന ആള് മാറിപ്പോയിട്ടോ ആന മാറിപ്പോയിട്ടോ ഇത് മോശമായിട്ടോ ഇത്
എന്റെ കയ്യിൽ ഇങ്ങോട്ട് മാടല്ല എന്ന് പറഞ്ഞു. പറഞ്ഞു തീരുമല്ല, ഈ ഒരാന റോഡിൽ കിടപ്പുണ്ട്. അപ്പൊ ഒരാന കുത്തനെ കണ്ടു, ഒരാന റോഡിൽ കിടപ്പുണ്ട്. അത് ഈ ആന ഈ കാളിയാസന കുത്തിയെന്നാ പറയുന്നത് ആൾക്കാര്. ഈ രത്നനെ തോട്ടിക്ക് വെട്ടിച്ചാടിച്ച രത്നന്റെ ആനേനെ ആ കുത്താൻ ചെല്ലും വെട്ടിച്ചാടുകയും ഒന്നും ചെയ്തു. ഈ തള്ള കണ്ടോണ്ടിരിക്കുവായിരുന്നു, മുകളിൽ അടുത്തായിരുന്നു. ആ തള്ളയുടെ അടിയന്തരം ബാലമാംസം കഴിക്കേണ്ടി വന്നു. അങ്ങനെ ഒരാളുടെ അങ്ങനെ ബാലമാംസം കഴിക്കേണ്ടി വന്നു. ഈ ആന വേറെ ആന കുത്തനുണ്ട്. ഒരാന കുത്ത് കൊള്ളാൻ സമ്മതിച്ചിട്ടില്ല, ഒറ്റാന്. അതിൽ അവനും കിട്ടിയ ഒരു ഗുണം, ഈ ബാലകൃഷ്ണന് വെള്ളത്തിൽ ഭയങ്കരമല്ല. ഇവിടെ താഴത്തെ പുഞ്ചകണ്ഠത്തില് തോട്ടിൽ വെള്ളമായപ്പോ അവിടെ ഒന്ന് കഴുകാന്ന് വെച്ചോണ്ടിരുന്നു. ആന എന്ത് ചെയ്ത കിടക്കൂല. സാധാരണ പോലെ ഓടിച്ചിട്ട് കുത്താ. അടുത്തൊന്നൊരു പരിപാടി നടക്കില്ല. അപ്പൊ മടുത്തു. ഇത് ഒരാളെ തുടങ്ങിയിട്ട് ഞാനിത് കണ്ടുകൊണ്ട് രാഷിട്ടിട്ട് മടുത്തു. അപ്പൊ അന്നേരം ഒരു മുതിർന്ന ആനക്കാരൻ കൂടെ എന്റെ അടുത്ത് ഒപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ണേട്ട എപ്പോഴേലും കിടക്കും ആ റേഷൻ കടന്ന് അവിടെ ചകിരി നല്ലത് കിടപ്പുണ്ട്, രണ്ടെണ്ണം എടുത്തോണ്ട് വന്നു. ഉണ്ണിച്ചേട്ടനെ വിട്ടു. ഈ ആനെങ്കിലും ഞാൻ തോട്ടിക്ക് ഒരു വെട്ടം വെച്ചു. ഈ ആന ചക്ക വെട്ടിയിടുമ്പോൾ അവിടെ ഏതൊരാനയും വീഴും. അത് ഇവൻ കണ്ടോണ്ട് ഇവനെ കാണിക്കും. അയാളെ പറഞ്ഞോണ്ടു, അയാളെ കാണണ്ട, ഇവൻ കണ്ടാ മതി. ആ ചോദിച്ചു നോക്കാം ശരിയാണോ. ഇങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു ഞങ്ങള്.